ത്രിയേക ദൈവത്തിന് സ്തുതി. സ്ലീഹന്മാരുടെ നൊയമ്പിനോടനുബന്ധിച്ച് 5-ാം ദിവസമായ ഇന്ന് പരിശുദ്ധ ഫിലിപ്പോസ് സ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും കുറച്ചു മാത്രം ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്ലീഹായുടെ ജീവിതമാണ് ഫിലിപ്പോസിൻ്റേത്. ഫിലിപ്പോസ് എന്നത് ഒരു ഗ്രീക്ക് പേരാണ്. ഇതിൻ്റെ അർത്ഥം കുതിരകളെ സ്നേഹിക്കുന്നവൻ. ഇദ്ദേഹം ഗലീലയിലെ ബെത്സയിദ ഗോത്രക്കാരനായിരുന്നു. ഗലീലയിലേക്കുള്ള യാത്രയിൽ യേശു ഫിലിപ്പോസിനെ വഴിമധ്യേ കണ്ടുമുട്ടുകയും തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി ബൈബിളിൽ പ്രതിപാദിക്കുന്നു. യേശുവിൻ്റെ മറ്റ് 11 ശിഷ്യന്മാരും യേശുവിനെ സ്വയം അനുഗമിക്കുകയായിരുന്നു. എന്നാൽ ഫിലിപ്പോസിനെ യേശു തന്നോടൊപ്പം ക്ഷണിച്ചു. അതിനാലാണ് യേശു കണ്ടെത്തിയ ശിഷ്യനെന്ന് ഫിലിപ്പോസിനെ വിശേഷിപ്പിക്കുന്നത്. ഈ മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനായിരുന്ന യോഹന്നാൻ അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നഥാനിയേലിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഫിലിപ്പോസ് ആയിരുന്നു എന്നാണ്. താൻ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ നഥാനിയേലിന് പരിചയപ്പെടുത്തി. ഇതിലൂടെ ഫിലിപ്പോസ് നമുക്ക് നൽകുന്നൊരു സൂചനയുണ്ട്. നാം അറിയുന്ന, നാം മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. AD 36 വിശുദ്ധ സ്തെഫാനോസ് സഹോദരന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ശമരിയിലും ഇദ്ദേഹം സുവിശേഷം അറിയിച്ചു. അവസാനമായി ഫ്രിജിയയിലെ ഹിറോപോലിസ് എന്ന സ്ഥലത്ത് സുവിശേഷം അറിയിച്ചു. ഹിറോപോലിസിലെ ദേശനിവാസികൾ ഒരു സർപ്പത്തെയാണ് ദൈവമായി കരുതി ആരാധിച്ചിരുന്നത്. ഇത് കണ്ട് ഫിലിപ്പോസ് ആ സർപ്പത്തെ അവിടെ നിന്നും ഓടിച്ചു. ഇതുമൂലം ദേഷ്യം വന്ന സർപ്പം അവിടെയുള്ള പലരുടെയും രാജാവിൻ്റെയും മേൽ വിഷം കക്കി. അങ്ങനെ പലരും മരണപ്പെടുകയുണ്ടായി. ഉടനെ ജനം ഫിലിപ്പോസിനെ എതിർത്തു. ഇവരെല്ലാവരും മരിക്കാൻ കാരണം ഇവനാണെന്ന് പറഞ്ഞു ആക്രമിക്കാൻ ചെന്നു. ഉടനെ ഫിലിപ്പോസ് സർപ്പത്തിൻ്റെ വിഷം മൂലം മരിച്ചവരെ കർത്താവിൻ്റെ നാമത്തിൽ ജീവനോടെ എഴുന്നേൽപ്പിച്ചു. ജനം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ പലരും യേശുവിനെ സ്വീകരിച്ചു. എന്നാൽ സർപ്പത്തെ ആരാധിച്ചിരുന്ന ഇതിഷ്ടപ്പെടാതിരുന്നവർ ഇവനെ എന്തെങ്കിലും ചെയ്യണം, അത് കണ്ട് ദേഷ്യം വിറയ്ക്കണമെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. പച്ചയ്ക്ക് ശരീരത്തിൽ തുളയിട്ടു. കർത്താവിൻ്റെ സാക്ഷ്യം പറയാൻ വന്ന ഇവനെ യേശുവിനെ കൊന്നതുപോലെ തന്നെ കൊല്ലണമെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ കുരിശിൽ കെട്ടിയിട്ടു. കല്ലെറിഞ്ഞ് മരിക്കുന്നിടം വരെ കൊന്നു. അങ്ങനെ ഫിലിപ്പോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. അദ്ദേഹം മരിക്കുമ്പോൾ 87 വയസ്സായിരുന്നു. ഹിറോപോലിസ് എന്ന നഗരത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ ഫിലിപ്പോസ് സ്ലീഹായെ പോലെ നാം മനസ്സിലാക്കുന്ന, നാം അറിയുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.